ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഞങ്ങൾ ഒരു ടൂറിന് പോയ വീഡിയോ ആണ്. മുതുമല ഫോറസ്റ്റിലേക്കാണ് നമ്മൾ പോയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ബോർഡ് കണ്ടല്ലോ, മുതുമല. അപ്പോൾ ഏകദേശം ഒരു വൈകുന്നേരം മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സമയം, അതായത് ഒരു 5 മണിയൊക്കെ കഴിഞ്ഞ സമയത്താണ് ഞങ്ങൾ ഫോറസ്റ്റിലേക്ക് കയറിയത്. വളരെ പ്രതീക്ഷയോടാണ് എല്ലാവരും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെ വളരെ പ്രതീക്ഷയോട് തന്നെയാണ് ഞങ്ങളും പോയത്. ഞങ്ങൾ ഈ 2ാമത്തെ പ്രാവശ്യമാണ് മുതുമല ഫോറസ്റ്റിലേക്ക് പോകുന്നത്. ആദ്യത്തെ പ്രാവശ്യം നമുക്ക് മൃഗങ്ങളെയൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഈ പ്രാവശ്യം എന്തോ ദൈവം അനുഗ്രഹിച്ച് നല്ല പോലെ മൃഗങ്ങളെ കാണാൻ സാധിച്ചു. അപ്പോൾ ആ വീഡിയോയിലേക്കാണ് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ഫോറസ്റ്റിലേക്ക് കയറി. അപ്പം 2 സൈഡും വീക്ഷിച്ചുകൊണ്ടുള്ള യാത്രയാണ്. എവിടെയാണ് ഇരിക്കണേന്ന് അറിയില്ലല്ലോ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊക്കെ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒക്കെ വാഹനങ്ങളൊക്കെ വരുന്നുണ്ട്. അതാണല്ലോ നല്ലത്. നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ ഒരു ചെറിയ പേടിയായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ വളരെ സ്ലോയിലാണ്. പക്ഷെ നിർത്താൻ പാടില്ല, ഫോറസ്റ്റിൽ നിർത്താൻ പാടില്ല എന്ന് നമുക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ടാണ് നമ്മൾ അകത്തോട്ട് കയറുന്നത്. അപ്പം അങ്ങനെ നമ്മൾ മുന്നോട്ട് വളരെ പതുക്കെ ആണ്, കാരണം പെട്ടെന്ന് അങ്ങോട്ട് പോയാൽ നമുക്കൊന്നും കാണാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ വളരെ പതുക്കെ വണ്ടി ഓടിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ ആദ്യമായിട്ടൊരു കരിംഭീകരം വന്ന് പെട്ടു. ഇരിക്കുന്നത് ആരാന്ന് കണ്ടോ? ആരാന്ന് മനസ്സിലായോ? ഒരു കമൻ്റ് ഇടണേ. അപ്പം നമ്മൾ ജസ്റ്റ് കുറച്ചുകൂടെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒരു സ്കൂട്ടറുകാരൻ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, നിൽക്കണ്ട, സേഫ് അല്ല, പെട്ടെന്ന് മാറിപ്പോൻ. എന്നാലും നമ്മൾ കണ്ടോ ആരാ നിൽക്കുന്നതെന്ന് കണ്ടോ? ഒറ്റയ്ക്കാണ് ആശാൻ്റെ നിൽപ്പ്. അതുകൊണ്ട് വയലൻ്റ് ആകാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ആണ് ചേട്ടൻ പറഞ്ഞത് പെട്ടെന്ന് പൊക്കോ, നിർത്തണ്ട എന്ന് പറഞ്ഞു. എന്നിട്ടും ആ നിൽക്കുന്ന ആൾ നമ്മളെ ഒന്ന് തിരിഞ്ഞൊരു നോട്ടം നോക്കി. അത് വീഡിയോയിൽ വന്നിട്ടില്ലേ? വന്നൂന്നറിഞ്ഞൂടാ കേട്ടോ. അങ്ങനെ വീണ്ടും നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവനെയും കഴിഞ്ഞു. അപ്പോൾ ഇത് മാത്രമേ കാണാൻ പറ്റുമോ എന്നുള്ള ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന വഴിക്കാണ് നമ്മുടെ ഇന്നാ കണ്ടോയെന്നും പറഞ്ഞ അടുത്ത ആളും. അവനാണ് നമ്മളെ ഒന്ന് പേടിപ്പിച്ചായിരുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് തിരിഞ്ഞപ്പോൾ നമ്മളാകെ പേടിച്ചു. ഇത് നമ്മുടെ കുങ്കിയാനകളാണ് കേട്ടോ. അവിടെ ആനസങ്കേതം ഉണ്ടല്ലോ, അവിടുത്തെ കുങ്കിയാനകളാണേ. അപ്പോൾ കൂട്ടത്തിൽ അതിൻ്റെയും കൂടെ ഒരു വീഡിയോ എടുത്തു. പിന്നെ നമ്മൾ പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞു തരുവാണ്, ഇതാ അങ്ങോട്ട് നോക്കാം, അവിടെ കുങ്കിയാനകൾ നിൽപ്പുണ്ട് എന്നിങ്ങനെ പറഞ്ഞു തരുവാണ്. ഞാൻ കണ്ടൊന്നുമില്ല കേട്ടോ. നിങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോയിലുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. കാണുന്നവർ കമൻ്റ് ഇടണേ. പിന്നെ നമ്മൾ മുതുമല ഫോറസ്റ്റിൻ്റെ അവിടെ എൻഡിൽ ചെന്നിട്ട് പിന്നെയും അതുവഴി തന്നെ തിരിച്ച് വന്നപ്പോഴാണ് നമ്മൾ കൂടുതൽ കാഴ്ചകൾ കാണാൻ പറ്റിയത്. ജസ്റ്റ് ഒന്ന് റിട്ടേൺ എടുത്തു. പിന്നെയും ഒന്നുകൂടെ ഒന്ന് പോയി വരാലോ ഒന്നൊരു വിചാരിച്ച് ഒന്ന് റിട്ടേൺ എടുത്തപ്പം ആനക്കൂട്ടത്തിൻ്റെ മുന്നിൽപ്പെട്ട അവസ്ഥയാണിത്. നിങ്ങൾ മുഴുവൻ വീഡിയോയും കാണണം കേട്ടോ, എന്നാലേ മനസ്സിലാവത്തുള്ളൂ. അങ്ങനെ പോകുന്ന വഴിക്ക് ഇതാ ഒരു മയിലുകുട്ടനെയൊക്കെ കണ്ടു. നല്ല സൂപ്പറായിട്ട് അവൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അവൻ്റെ ഒരു വീഡിയോ അതിനകത്ത് കയറി. അതെന്താണെന്നറിയാം, മാനിൻ്റെ ഒരു കൂട്ടം തന്നെ. കൂട്ടം എന്ന് പറഞ്ഞാൽ എത്രയോ ഉണ്ടെന്ന് എണ്ണാൻ പറ്റത്തില്ല. അതുപോലെ കൂട്ടത്തോടെ മാനുകൾ വന്ന് നിൽക്കുന്ന കണ്ടോ. ഇഷ്ടം പോലെ നല്ല പുള്ളി മാനുകളുണ്ടായിരുന്നു. അപ്പം അതിൻ്റെയും കുറേ വീഡിയോസ് ചെയ്തപ്പോൾ അവിടെ എല്ലാവരും പറഞ്ഞു മാനുകൾ ഇറങ്ങി നിൽക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അവിടെ കടുവാ സങ്കേതം കൂടെ ഉള്ളതല്ലേ, അപ്പോൾ കടുവകൾ വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് വണ്ടി സ്ലോ ചെയ്യല്ലേ എന്ന് പറഞ്ഞു കേട്ടോ. എന്നാലും നമ്മളിത്തിരി സ്ലോ ചെയ്തു. നമ്മൾ മലയാളികളല്ലേ, നമുക്ക് ആരെങ്കിലും ഇന്നും ചെയ്യരുതെന്ന് പറയുമ്പോഴാണല്ലോ നമുക്ക് ചെയ്യണമെന്നുള്ള ഒരാഗ്രഹം കൂടുന്നത്. അങ്ങനെ ആ മാനിൻ്റെയൊക്കെയും ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ വീണ്ടും മുന്നോട്ട് നമ്മുടെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പം വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് നമ്മളെ ലൈക്കും സബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം, മറക്കാതെ കേട്ടോ. അങ്ങനെ നമ്മളങ്ങനെ മുന്നോട്ട് വീണ്ടും പോവുകയാണ്. കൂടുതലും മാനുകളുണ്ടായിരുന്നു കേട്ടോ. ആ സമയം ആയതുകൊണ്ടാവാം മാനുകളൊക്കെ പുല്ല് തിന്നാൻ വേണ്ടിയിട്ട് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. കുറേ മാനിൻ്റെ ഫോട്ടോസ് എടുക്കാൻ പറ്റി. അതുകൊണ്ട് അത് കഴിഞ്ഞ് നമ്മൾ പിന്നെയും മുന്നോട്ട് അതും മാനാണ്, കലമാൻ. ഒരുപാട് മാനുണ്ടായിരുന്നു. അങ്ങനെ മാനുകളെയൊക്കെ കണ്ട് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര മുന്നോട്ട് തുടർന്ന് കൊണ്ടുപോയിരിക്കുകയാണ്. അവിടെ ഇവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന മാനുകളെയൊക്കെ കാണാൻ പറ്റി കേട്ടോ ഇടയ്ക്കൊക്കെ. പിന്നെയാണ് ആനയുടെ കുഞ്ഞും കൂടെ നിൽക്കുന്നുണ്ട്. അതൊരു നല്ലൊരു അടിപൊളി കാഴ്ചയായിരുന്നു കേട്ടോ. അത് ഇത്തിരി ഏകദേശം റോഡിനോട് ചേർന്ന് തന്നെയാണ് നിന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ആനക്കുട്ടിയും കൂടെ നിൽക്കുന്നത് കൊണ്ട് അത് ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഇച്ചിരി പേടിച്ചു പോയി, കാരണം റോഡിൻ്റെ അരികിലായിരുന്നു. അപ്പോൾ അതൊന്ന് മുന്നോട്ട് നമ്മുടെ ഇടയ്ക്കിലോട്ട് വന്നു. പിന്നെ വേറൊന്നും സംഭവിച്ചില്ല. അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ കുറേ മാനും കൂട്ടത്തെ വീണ്ടും കണ്ടു. എങ്ങനെയൊക്കെ ആയാലും നമ്മുടെ ഈ പ്രാവശ്യത്തെ യാത്ര ഒരു അടിപൊളി യാത്രയായിരുന്നു കേട്ടോ. കുറേ കാര്യങ്ങൾ നമുക്ക് കാണാനൊക്കെ പറ്റി. അവിടെ ദൂരെ ഒരു ആന നിൽപ്പുണ്ട്. അതാണ് ഞാൻ എടുത്തത്. പക്ഷെ അത് ഈ വീഡിയോയിൽ അത്ര ക്ലിയറായിട്ട് കാണാൻ പറ്റണില്ലായിരുന്നു. ഞാൻ പിന്നീടാണ് ശ്രദ്ധിച്ചത്. ദൂരെയായിട്ട് ഒരു ആന നിൽക്കുന്നതിൻ്റെ നമ്മൾ ഇത്തിരി നല്ലോണം വണ്ടി സ്ലോ ചെയ്തിട്ടാണ് എടുത്തത്. സ്ലോ ചെയ്യലായിരുന്നു, നിർത്തുക തന്നെ ചെയ്തു. അങ്ങനെ ഹസ്ബൻഡ് കാണിച്ചു തരുവാണ് അവിടെ ആന നിൽപ്പുണ്ടെന്ന്. ഇതാണ്ട് അവിടെ കണ്ടോ, നിങ്ങൾ ആർക്കെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ചെറിയൊരു വ്യൂ ആണത്, ഒരാന നിൽക്കുന്നതിൻ്റെ. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇവിടെ ചീവീട് മഴയല്ലേ, ചീവീട് ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് കണ്ടോ ദൂരെ ഒരു ആന നിൽക്കുന്ന കണ്ടോ. നല്ല രസമായിരുന്നു. കുറേ വാഹനങ്ങളൊക്കെ നമുക്ക് മുന്നിലും പുറകിലും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. റോഡിൻ്റെ സൈഡിലോട്ട് നോക്കണം, 3 ഉണ്ടോ. ഇതാ നിൽക്കുന്ന അടുത്ത അതാണ് നമ്മൾ. ഇതും റോഡ് സൈഡിൽ പെട്ടെന്നൊരു വ്യൂ കിട്ടിയതാണ്. റോഡ് സൈഡിൽ കുറേ, അപ്പോൾ ആ റോഡ് സൈഡ് ആന ഇറങ്ങുന്ന സമയമായതുകൊണ്ട് ഫോറസ്റ്റിൻ്റെ ഓഫീസേഴ്സൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾക്കുള്ളോട് പെട്ടെന്ന് വണ്ടി വിട്ടോ എന്ന് പറഞ്ഞ് ആന വന്ന് സൈഡിൽ ഇറങ്ങി വന്ന് നിൽക്കുമായിരുന്നു.
അപ്പോൾ ലാസ്റ്റ് നിമിഷം നമുക്ക് അങ്ങനെ ഒരു വ്യൂവും കൂടെ കിട്ടി. ഒത്തിരി ആനകളെ ഒരുമിച്ച് കാണാൻ പറ്റി. ഇതാ കണ്ടോ, എത്ര എണ്ണമാണ് നിൽക്കുന്നതെന്ന് നോക്കിക്കേ. എത്ര ആനകളാണ്. ആനക്കൂട്ടങ്ങൾ ഒരുപോലെ വന്ന് ഇറങ്ങി നിൽക്കുമായിരുന്നു റോഡ് സൈഡിൽ. അപ്പം ഫോറസ്റ്റിലെ ഓഫീസേഴ്സും അവിടെ ഉണ്ട് സൈഡിൽ. അവർ പറഞ്ഞു പെട്ടെന്ന് വണ്ടി വിട്ടു പോകും നമ്മളോട് പറഞ്ഞു. അങ്ങനെ നമ്മൾ വണ്ടി വിട്ടിഞ്ഞ് പോരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ പ്രാവശ്യത്തെ മുതുമല യാത്ര ഒരു അടിപൊളി അനുഭവമായിരുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് ലൈക്കും സബും ചെയ്യണേ. കണ്ടോ, ഫോറസ്റ്റ് ഓഫീസേഴ്സാണ്. ആന ഇറങ്ങിയ സമയമായതുകൊണ്ട് അവരെല്ലാവരും റോഡിൽ അവരും ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ഒരു പോകുന്ന വാഹനങ്ങളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളുടെ യാത്ര, മുതുമല യാത്ര അവിടെ കഴിഞ്ഞു. ഇവിടുന്ന് നേരെ ഞങ്ങൾ പിന്നെ ഊട്ടിക്കാണ് പോയത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് ലൈക്കും സബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും ബായ്. രാത്രിയായി. തിരിച്ച് നമ്മൾ കാട് ഇറങ്ങിയപ്പോഴത്തേക്കിനും നല്ല രാത്രിയായി കേട്ടോ.